കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പെയുള്ള ഒരു പത്രവാർത്തയാണ് ഇത്. മൊബൈൽ ഫോൺ നൽകാത്തതിൻ്റെ പേരിൽ കുളിമുറിയിൽ കയറി 1-ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തു. അമ്മിഞ്ഞപ്പാലിൻ്റെ ഗന്ധം പോലും മാഞ്ഞിട്ടില്ലാത്ത ഈ കുരുന്ന് ജീവനൊടുക്കാൻ എങ്ങനെ തോന്നി? ആ പൈതലിനെ പ്രകോപിച്ച് ആത്മഹത്യയിലേക്ക് നയിച്ച വികാരം എന്തായിരിക്കും? മൊബൈൽ ഫോൺ കൊടുത്തില്ലെങ്കിൽ കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് അഭിമാനത്തോടെ പറയുന്ന ഓരോ മാതാപിതാക്കളും നെഞ്ചത്ത് കൈവച്ച് ഒരു വേള ചിന്തിക്കും. നിങ്ങൾ സ്വന്തം കുഞ്ഞിനോട് കാണിക്കുന്ന ക്രൂരതയല്ലേ ഇത്? കുട്ടിയുടെ ശല്യം ഒഴിവാക്കാൻ മൊബൈൽ കയ്യിൽ കൊടുത്ത് സ്വയം സമാധാനിക്കുമ്പോൾ എട്ടും പൊട്ടും തിരിയാത്ത പൈതലിനെ ഭയാനകമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്ന ഇത്തരം മാതാപിതാക്കളെ എന്ത് പേരിട്ട് വിളിക്കണം? മൊബൈൽ ഫോൺ കിട്ടിയില്ലെങ്കിൽ കുറച്ച് ടൈം കരഞ്ഞെന്നിരിക്കും. കരയട്ടെ, സാരമില്ല, കൊലക്ക് കൊടുക്കുന്നതിൽ ഭേദമല്ലല്ലോ കരയുന്നത്. നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ നമ്മളെ ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ടൈം അവർക്ക് ഫോൺ കൊടുക്കും. അവർ മോശമാകാനോ അവരെ ഭാവി മോശമാക്കാനോ എന്നല്ല നമ്മൾ ചിന്തിച്ച് കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ടൈമല്ല, അത് വലിയൊരു കാര്യമല്ലായിരിക്കും, അത് അവരെ ബാധിക്കില്ല എന്ന രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക. നമ്മൾ കുറച്ച് ടൈം കഴിഞ്ഞാൽ അത് വാങ്ങി വെക്കില്ല, അത് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ ഫുൾ ടൈം കൊടുക്കുന്നില്ല എന്ന ചിന്താഗതിയിലായിരിക്കും മാതാപിതാക്കൾ കൊടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മളോടും അത് റിപ്പീറ്റ് ചെയ്തു പോകും. അതുപോലെ തന്നെ അവർ സാവധാനം മൊബൈലിലേക്ക് അഡിക്റ്റായി മാറുകയും ചെയ്യും. പിന്നെ വാശിയും ബഹളവും ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ നിവൃത്തിയില്ലാതെ നമ്മൾ ജോലി ചെയ്യുന്ന ടൈമിൽ നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കും. പിന്നെ അതിൽ നിന്ന് അവരെ അടർത്തി മാറ്റാൻ വളരെ പ്രയാസമായിരിക്കും. ഇപ്പോൾ തന്നെ കാണുന്നില്ല ഈ പത്രവാർത്ത, ഈ 1-ാം ക്ലാസ്സുകാരൻ എന്ന വിദ്യാർത്ഥിക്ക് ഈ ആത്മഹത്യ എന്നുള്ള വാക്ക് എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായമാണ്. എന്നിട്ടും ഇതൊക്കെ ഈ ഒരു അവസ്ഥയിലെത്തിയിരിക്കുന്ന അത് ആ മൊബൈൽ ഫോൺ എത്രത്തോളം അവർ ആ കുട്ടിയെ ബാധിച്ചിട്ടുണ്ടാകുമെന്ന് നമുക്ക് ഈ ഒരു വാർത്തയിലൂടെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമല്ലോ. കാരണം എന്ന് വെച്ചാൽ മൊബൈൽ ഫോൺ അത്രക്കും ഒരു വലിയൊരു ദോഷകരമായ വസ്തുത തന്നെയാണ്. നമുക്ക് ഉപകാരമുള്ളതും അതിലേറെ ദോഷമുള്ളതുമായ ഒരു വസ്തുത തന്നെയാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെ ഭാവി നമ്മളുടെ കയ്യിലാണ്.